നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജിഹാദികളെ ഉപയോഗിച്ച് ജിഹാദികളെ ഉന്മൂലനം ചെയ്യുന്ന ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസിയായ റോയുടെ തന്ത്രങ്ങൾ ദ ഗാർഡിയൻ എന്ന ബ്രിട്ടീഷ് പത്രം പുറത്തുവിട്ടത് മുതൽ ലോകം അത്ഭുതത്തോടെയാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത്. 10 വർഷം മുൻപത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത റോ പാകിസ്ഥാനിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഉയരുന്ന ഇന്ത്യൻ തീവ്രവാദവും അരാജകത്വവും നടത്തിയ 20-ലധികം തീവ്രവാദി നേതാക്കളെയാണ് ഇന്ത്യ 2-3 വർഷങ്ങൾ കൊണ്ട് വിദേശ മണ്ണിൽ വെച്ച് തീർത്തു കളഞ്ഞത്. ഇന്ത്യക്കെതിരെ അതിക്രമം നടത്തിയാൽ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും തിരിഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യാനും ഇന്നിപ്പോൾ തീവ്രവാദികൾക്കും അവർ പിന്തുണ കൊടുത്തവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യയുടെ ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നതാണ്. കേരളത്തിലും ഇതിൽ അഭിമാനിക്കാം. ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ്, താലിബാൻ തുടങ്ങിയ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളിൽ ചേരാൻ പോയി. പിന്നീട് ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായ മലയാളികൾ ജിഹാദികളാണ് പല തീവ്രവാദികളുടെയും വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസിക്ക് നൽകിയത്. അഫ്ഗാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഭീഷണിയായ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെയും ഖാലിസ്ഥാൻ തീവ്രവാദികളുടെയും ഉന്മൂലനം ചെയ്തത്. ജിഹാദി നെറ്റ്വർക്കിൽ നുഴഞ്ഞു കയറിയ ഇന്ത്യൻ ചാരന്മാർ പാകിസ്ഥാനിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ അവിശ്വാസികളായത് കൊണ്ട് അവരെ തീർത്തു കളയാൻ പാകിസ്ഥാനിലെ ജിഹാദികളോട് തന്നെ ആവശ്യപ്പെട്ടു. അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്യുകയും ചെയ്തു. വിവരങ്ങൾ തരാൻ മലയാളി ജിഹാദികൾ, ഉന്മൂലനം ചെയ്യാൻ അഫ്ഗാൻ, പാകിസ്ഥാൻ ജിഹാദികൾ. ഇന്ത്യക്കുണ്ടായ നേട്ടം 20-ലധികം ഇസ്ലാമിക തീവ്രവാദികൾ ഹൂറിമാരുടെ അടുക്കലെത്തി എന്നതാണ്. 2014 മുൻപ് ഇന്ത്യയിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് പോലെയായിരുന്നു തീവ്രവാദി ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചു വീട്ടിലെത്തുമെന്ന് ഒരു ഉറപ്പും ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്ന കാലം. ഓരോ തീവ്രവാദി ആക്രമണങ്ങളും കഴിയുമ്പോഴും അന്ന് ഭരിച്ചിരുന്നവരിൽ നിന്ന് ക്രൂരവും പൈശാചികവുമായി പോയി എന്ന ഡയലോഗ് അല്ലാതെ വേറൊന്നും ഇന്ത്യക്കാർ കേട്ടിരുന്നില്ല. ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണങ്ങളിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കരഞ്ഞു നടക്കുന്ന ഭരണാധികാരികളെ ആയിരുന്നു ഇന്ത്യക്കാർ കണ്ടു ശീലിച്ചത്. ഇപ്പോൾ കഥ മാറി. ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാൽ ലോകത്ത് എവിടെ ഒളിച്ചാലും തിരിഞ്ഞുപിടിച്ച് ഇന്ത്യ തകർക്കും എന്ന് തീവ്രവാദികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മലയാളി ജിഹാദികൾക്ക് ജിഹാദി ലോകത്ത് വലിയ ഇടിവ് പോലെ തിരിച്ചടി കിട്ടിയ മറ്റൊരു വിഭാഗമാണ് മാപ്രകൾ. പല തീവ്രവാദികളെയും കണ്ടെത്താൻ വേണ്ട ഓപ്പറേഷൻ നടത്തിയത് മാപ്രകളുടെ വേഷമണിഞ്ഞ ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ ആയിരുന്നു. അതുകൊണ്ട് മാപ്രകൾ ജാഗ്രതേ. എന്നാലും ഏറ്റവും ചിരിപ്പിക്കുന്നത് മലയാളി ജിഹാദികളാണ്. ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പോയവർ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജിഹാദി നെറ്റ്വർക്കിന്റെ മുഴുവൻ കാര്യങ്ങളും നൽകുന്നു.